വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബോഷിന്റെ സീരീസ് 4 മിഷന്റെ ഡ്രം എങ്ങനെ മാറ്റാമെന്നാണ്. ഈ മിഷന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഡ്രം ഒടിഞ്ഞ് കിടക്കുകയാണ്, അനങ്ങാതെ കിടക്കുകയാണ്. അപ്പോൾ നമുക്കിന്റെ ഡ്രം എങ്ങനെ മാറ്റാമെന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതില്ല സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി വേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നിനെയും കൂട്ടുള്ള ഇതിന് ഫ്ലവർ കീ ആണ് വേണ്ടത്. ഇങ്ങനെയുള്ള കീ ആണ് ഇതിന് വേണ്ടത്. കാര്യം ഫ്ലവർ ടൂൾ വെച്ചാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഈ മിഷൻ ഫുള്ളായിട്ട് വരണമെങ്കിലും ഈ ഫ്ലവർ കീ വേണം. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് 4 അക്കത്തിലെ ഫ്ലവർ കീ ആണ് നമുക്ക് ആവശ്യം വരുന്നത്. അത് നമ്മൾ വെച്ചിട്ട് ഈ ടോപ്പ് ഊരാൻ വേണ്ടി ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഇവിടെ ഒരു സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ. ഇത് 2 ഊരി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഊരി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ടോപ്പ് ഊരി മാറ്റുക. ടോപ്പ് ഊരിയതിന് ശേഷം ഇതാണ് ടോപ്പ് ഊരി എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ആക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് ബാലൻസ് കല്ലാണ്. ഇത് ഇല്ലറ്റ് വാൾവ്. ടോപ്പ് ഊരിയതിന് ശേഷം ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ നിന്ന് അഴിച്ചു തുടങ്ങണം. സോപ്പ് ട്രേസ് 2 സ്ക്രൂ ഉണ്ട്. അങ്ങനെ ഇനി ഫ്രണ്ടാണ് അഴിച്ചു തുടങ്ങേണ്ടത്. ഫ്രണ്ട് പീസിൽ നിന്ന് അഴിച്ചു തുടങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി സോപ്പ് ട്രേ നമ്മൾ കുറച്ച് വലിച്ചിട്ട് ഇതിനകത്ത് ഈ പ്ലഗിനകത്ത് ഞെക്കി പിടിച്ചിട്ട് ഊരിയെടുക്കുക. അതിനുശേഷം ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, അത് ഊരിയെടുക്കുക. അതിന് ബോർഡ് ഊരി മാറ്റാൻ പറ്റും. അതിനുശേഷം ഫ്രണ്ടിൽ 2 സ്ക്രൂ, താഴെ 3 സ്ക്രൂ. അപ്പോൾ ഫ്രണ്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഇവിടെ 2 സ്ക്രൂ ഇവിടെ ഫ്ലവർ കീ വെച്ച് അഴിച്ച് കഴിഞ്ഞ് ഇതിനകത്ത് ഇത് പെറുക്കി ഇതങ്ങോട്ട് പൊക്കിയിട്ട് ഈ വയർ ഇവിടുന്ന് വിടിയിപ്പിച്ച് ഇവിടുന്ന് ഈ ഒരു സോക്കറ്റാണ് ഇത് ഊരി വിട്ട് ഇവിടുത്തെ അടിയിൽ നിന്ന് ഇവിടുന്ന് വിടുമ്പോൾ നമ്മുടെ കീപാഡ് അങ്ങ് മാറിക്കിട്ടും. പിന്നെ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, അവിടെ ഇവിടെ അപ്പുറം ഇപ്പുറം. ഈ 2 സ്ക്രൂ അടിക്കുക. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ 4 സ്ക്രൂ അടിച്ചാൽ ഇതെടുക്കാം. ഈ സോപ്പ് ട്രേ പുറമോട്ട് മാറ്റാം. ഈ സ്ക്രൂ തുരുമ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു പോറിലിട്ടിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയാണ് ഈ സ്ക്രൂ ഓൾറെഡി നമ്മൾ അഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് 7 ബോക്സ് ഇട്ടാണ് ഇത് അഴിക്കേണ്ടത്. ഇതാണ് 7 ബോക്സാണ് ഇത്. അപ്പോൾ ഇതിട്ട് നമുക്കിത് അഴിച്ചെടുക്കണം. 2 സൈഡിലുമായിട്ടാണ് വരുന്നത്. ഒന്ന് ഈ സൈഡിൽ, ഇപ്പം അഴിക്കുന്ന സൈഡിൽ ഒന്നതും, ഒന്ന് ലെഫ്റ്റ് സൈഡിൽ 7 ബോക്സ് ഇട്ട് അഴിച്ചെടുക്കുക. ഇച്ചിരി പാടായിരിക്കും ചില സമയത്ത് അഴിക്കാൻ. അഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇതാണ് അതിൻ്റെ സ്ക്രൂ. അഴിച്ചു കഴിഞ്ഞ് ഓക്കെ, നമ്മൾ ഇനി അഴിക്കാൻ പോകുന്നത് ഗ്യാസ്കറ്റാണ്, ഇതിൻ്റെ റബ്ബർ ബീഡിങ്. അപ്പോൾ ഗ്യാസ്കറ്റ് ചുറ്റുള്ള റൗണ്ട് സ്പ്രിങ് നമ്മൾ അഴിച്ചെടുക്കണം. എന്നിട്ട് ആ ഗ്യാസ്കറ്റ് പതുക്കെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കണം. കാര്യം ഇത് വലിക്കുമ്പോൾ അല്ല അതിനുശേഷം നമ്മൾ വേസ്റ്റ് ഡിപ്പോസിറ്റ് ട്രേ അഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എമർജൻസി ആയിട്ട് വെള്ളം കളയാനുള്ള ഒരു ട്യൂബ് കാണും. അത് റിമൂവ് ചെയ്ത് അകത്തേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് അതിനകത്ത് 2 സ്ക്രൂ ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ഞാൻ പറഞ്ഞ ആ സ്ക്രൂ ഇതാണ്. ഈ 2 സ്ക്രൂ അത് പ്ലാസ്റ്റിക്കിനകത്തോട്ട് കയറിയിരിക്കുന്ന സ്ക്രൂ ആണ്. അത് പ്രത്യേക ഒരു ത്രെഡാണ്. അത് തന്നെ അവിടെ ഇടാൻ നോക്കണം, അല്ലെങ്കിൽ ആ ഹോള് വലുതായ പിന്നെ അത് വീഴത്തില്ല. അപ്പം ആ സ്ക്രൂ അഴിച്ചെടുക്കുക. ശേഷം നമ്മൾ പതുക്കെ എടുക്കുക. പുറത്തോട്ടെടുക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഡോർ ലോക്കിൻ്റെ വയർ കാണും, അത് പതുക്കെ റിമൂവ് ചെയ്യുക. ഇത് എമർജൻസി ഡോർ തുറക്കാവുന്നതാണ്. അത് എടുത്താൽ നമുക്ക് ഈ ഫ്രണ്ട് പീസ് മാത്രം കിട്ടി ഡോർ ലോക്ക് മാറ്റി. ഇതാണ് ഡോർ ലോക്ക്. ഇതിൻ്റെ വയർ ഊരി വിട്ട് എമർജൻസി എക്സിറ്റിൻ്റെ ഊരി നമ്മൾ ഇത് മാറ്റി വെച്ചു. ഇത് നമ്മൾ ഗ്യാസ്കറ്റിൻ്റെ ഊരി മാറ്റി. ഇതിൻ്റെ വെട്ടുണ്ട്, ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഇത് ഊരി മാറ്റുക, ടബോസ് ഊരി മാറ്റുക, ടബോസ് ഊരി മാറ്റി മാറ്റി. പിന്നെ നമ്മൾ കല്ല് 13-ന്റെ 3 ഇത് വെച്ചാണ് കല്ല്, ലെഫ്റ്റ് റൈറ്റ്. ഈ കല്ല് ഊരി കഴിയുമ്പോൾ ഇത് കുറച്ച് ഫ്രീ ആവും.
നേരത്തെ ഊരി മാറ്റുക. ഇതിപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ എല്ലാം അഴിച്ചു കഴിഞ്ഞ് രണ്ട് സൈഡിലെ കല്ലഴിച്ച് ഇനി നമുക്ക് 3 ഷോക്ക് അബ്സറാണ് ഇതിനുള്ള. പിന്നെ ടബ് ഹോസ്, ഈ ഫോൾഡിംഗ് ഹോസും അഴിച്ചു വിടുക. അപ്പുറം തന്നെ അതിന് ബാക്കി പോയി മോട്ടർ അഴിച്ചു. നമ്മൾ ആദ്യം മോട്ടർ അഴിച്ചു വിടുക, അത് കഴിഞ്ഞ് ഇതിന് ബാക്കിയെല്ലാം അഴിച്ചു വിടും. ഈ ടബ് ഹോസ് അഴിക്കുന്ന വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് അഴിച്ചു വിട്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് അഴികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഷോക്ക് അബ്സറിൻ്റെ ഇത് 10ന്റെ ടീ ഇട്ട് അഴിച്ചാൽ മതി. പക്ഷെ നമ്മളിത് പുറകെ അഴിച്ചതിന് ശേഷം മോട്ടർ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ബാക്കി പണി ചെയ്യുന്നത്. ഇതിന് മുതൽ ഇവിടുന്ന് ഇത്രയും സ്ക്രൂ, മൊത്തം സ്ക്രൂ അഴിക്കണം ഫുള്ള്. ഈ സ്ക്രൂ എല്ലാം അഴിച്ചതിന് ശേഷം ഇത് ഊരി എടുക്കുക. ഇവിടെ മോട്ടർ, ഹീറ്റർ ഇതൊക്കെ ഊരി മാറ്റുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്ക്രൂ അഴിച്ചപ്പോൾ ഇതൊരു ചെറിയൊരു ബാറാണ്. ഈ ബാറ് ഊരി കറക്റ്റായിട്ട് മാറ്റണം. ഇതിൽ പിന്നെ ഇവിടുത്തെ ഇങ്ങനെ ഈ ചുറ്റുമുള്ള സ്ക്രൂ അടിക്കണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് കവർ ഊരി ഇതെല്ലാ സ്ക്രൂ ഊരിയിട്ടുണ്ട്. ഈ ബെൽറ്റ് സ്ലിപ്പായി കിടക്കുമല്ലോ, കാരണം ഡ്രം ഒടിഞ്ഞപ്പോൾ സ്ലിപ്പായതായിരിക്കും. നമ്മൾ ബാക്ക് കവർ ഊരി ബെൽറ്റ് ഊരി മാറ്റി വെച്ച് ഇതൊക്കെ ഓക്കെ കട്ട് ചെയ്ത മോട്ടർ അഴിച്ചെടുക്കുക. രണ്ടെണ്ണം അഴിച്ച് ഇപ്പോൾ മോട്ടർ അഴിച്ച് രണ്ടെണ്ണം അഴിച്ച് ഈ വൈറ്റ് അഴിച്ചെടുക്കുക. ശേഷം മോട്ടർ ഇതൊക്കെ ബാക്കിലോട്ട് വലിച്ച് ഇത്രയുണ്ട് മോട്ടർ. എന്നിട്ട് ലൈൻ ഊരി വിടുക. ഇത് പ്രസ് ചെയ്ത് എർത്ത് വയർ ഊരി വിടുക. അതുപോലെ തന്നെ അതിലോട്ട് ക്ലിപ്പാണ് ഞെക്കി ഊരുക. 3 വയർ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സൈഡിൽ ഊരി വിടുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത്. ഇതാണ് ഈ മിഷൻ്റെ, ഈ ഫിലിക്സ് 6 ആണ് ഈ മിഷൻ. ഫിലിക്സിൻ്റെ മോട്ടറാണ്. ഇത്ര ചെറിയൊരു മോട്ടറാണ്. ഈ മോട്ടറിന് നല്ല വില വരുന്ന മോട്ടറാണ്. ലൈൻ ഊരി വിട്ട് ഹീറ്ററിൻ്റെ എർത്ത് ഊരി വിടുക. ഹീറ്ററിൻ്റെ എർത്തിൻ്റെ അകത്ത് പ്രസ് ചെയ്തുകൊണ്ട് ഊരി വിടുന്നുണ്ട്. അപ്പം അതിന് ശേഷം ഇതതിൻ്റെ സെൻസറാണ്. സെൻസറിൻ്റെ വയർ ഊരിടുക. ഇപ്പം ഡ്രം ഏകദേശം ഫ്രീ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഷോക്ക് അബ്സർ, ഫ്രണ്ടിൽ 2 ഷോക്ക് അബ്സർ, അങ്ങനെ 3 ഷോക്ക് അബ്സറുള്ള 3 എണ്ണം ഊരിടുക. നമ്മൾ ഫ്രണ്ടിലത്തെ ഈ ഷോക്ക് അഴിക്കുക. എല്ലാ സ്ക്രൂ അഴിക്കുന്നത് നമ്മുടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. കഴിഞ്ഞ് നമ്മൾ ഈ ഡ്രം എടുത്ത് വെളി വെക്കുക എന്നുള്ളൊരു ചടങ്ങൂടെ ഉള്ളു. സാധാരണ അതിന് 2 പേര് വേണം. നമ്മൾ ഈ അന്തരീക്ഷത്തിൽ ഇവിടെ രാത്രി കസ്റ്റമറെ വീട്ടിൽ വന്ന് അഴിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് അഴിച്ചെടുക്കും. നമ്മൾ ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന സാധനം. നമ്മളിതിൻ്റെയൊക്കെ ഫ്രണ്ട് ഊരി എടുക്കണം. ഇതൊക്കെ നമുക്ക് പുതിയ ഷോക്ക് അബ്സർ ഇടണം. നമ്മളത് ഇട്ട് നോക്കുക. ഇതിനകത്ത് ഇട്ട് നോക്കുക. ഇത് ടൈറ്റ് ഇല്ല, വെറും ലൂസാണ്. അടുത്തുണ്ടോ കാണിക്കാം. ഇത് ടൈറ്റ് ഇല്ല, ഭയങ്കര ലൂസാണ്. അപ്പോൾ നമ്മൾ ഈ ഷോക്ക് അബ്സർ എല്ലാം മാറുവാണ്. എല്ലാം പുതിയ ഷോക്ക് അബ്സർ ഇടാം. 3 എണ്ണത്തിന് ഇത് ഉപേക്ഷിക്കുക. നമ്മൾ ആക്ച്വലി ഇത് സാധാരണ കമ്പനിക്കാർ ഇത് മാറുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മാറും, നല്ല റേറ്റ് ആവും. നമ്മൾ അത്രയൊന്നും ആകത്തില്ല. നമ്മളിത് തുറന്നിട്ട് ഇതിനകത്ത് ഡ്രം സ്റ്റീലിൽ ചെയ്ത് 5 ഇയർ വാറന്റിയോടാണ് ഇനി കൊടുക്കുന്നത് ഈ മിഷൻ. നമുക്കിങ്ങനെ ആളുണ്ട് ഇത് ലേറ്റിൽ തുറന്ന് രണ്ടായിട്ട് കട്ടാക്കിയിട്ട് ഇത് ഡ്രം എടുത്ത് സ്റ്റീലിൽ ചെയ്തിട്ട് വീണ്ടും നമ്മളിത് സീൽ ചെയ്ത് നമുക്ക് അവർ തരും. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഈ ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റി വേണം അവർക്ക് കൊണ്ട് കൊടുക്കാൻ. അപ്പം നമ്മൾ ഈ ഗ്യാസ്കറ്റ് ഇതിന്റെ ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റിയാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് കൊടുത്തിട്ട് ഇനി തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം ഇതെങ്ങനെയാണ് വരുന്നതെന്നും ഇതെങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നതെന്നും ആഫ്റ്റർ വാഷ്. നമ്മുടെ ഡ്രം ചെയ്ത് വന്നിട്ടുണ്ട്. ഡ്രം ചെയ്യുന്ന വീഡിയോ നമ്മൾ ഒരിക്കൽ കാണിക്കുന്നതായിരിക്കും. ഇതുണ്ടാവും അവരത് കട്ട് ചെയ്ത് പശ ഇട്ടിട്ട് ഒരു തുള്ളി പശയൊന്നും വെളിയിൽ വരാത്ത രീതിയിൽ ഇത്ര പെർഫെക്റ്റ് വർക്കാണ് അവർ ചെയ്ത് സ്മൂത്താക്കി സംഭവം. പിന്നെ ഫ്രണ്ടിലൊരു ചെറിയ കീർച്ച ഉണ്ടായിരുന്നു, അവിടെ
ഒരു ഇതടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഡ്രമ്മ്. ഇതാണ് ഡ്രമ്മിൻ്റെ ഫുൾ സെറ്റപ്പ്. അപ്പം ഇതാണ് ഡ്രമ്മിൻ്റെ ഫുൾ സെറ്റപ്പ്. ഇനി നമുക്ക് ഒരു വട്ടം വേണമെങ്കിൽ ഇത് ഇളക്കണമെങ്കിൽ ഇത് ഇളക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ബെയറിങ്ങോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് ഇളക്കി നമുക്ക് സുഖമായിട്ട് മാറി നമുക്ക് തന്നെ പശ ഒഴിച്ച് വീണ്ടും സെറ്റ് ചെയ്യാം. പശയെന്ന് വെച്ചാൽ വലിയ പശയൊന്നുമല്ല ഒഴിക്കുന്നത്, നമ്മുടെ സിലിക്കോൺ വെച്ചാണ് അവർ ഇത് ടൈറ്റ് ചെയ്യുന്നത്. സിലിക്കോണാണ് ഫുള്ള് വന്നിരിക്കുന്നത്. സിലിക്കോണിൻ്റെ ഹെഡ്ജൊക്കെ കാണിക്കുന്നത്. അതൊക്കെ എന്നിട്ട് അവർ കറക്റ്റായിട്ട് കട്ട് ചെയ്തെല്ലാം കളഞ്ഞ് ഭയങ്കര വൃത്തിയായിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഡ്രമ്മ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ഇനി അതിൻ്റെ ഷോക്ക് അബ്സർ മാറണം. അതിൻ്റെ ഷോക്ക് അബ്സറൂടെ മാറാൻ വേണ്ടി നിൽക്കും. ഷോക്ക് അബ്സർ 3 എണ്ണം 10 ബോൾട്ടിട്ട് അഴിച്ച് ഷോക്ക് അബ്സർ 3 എണ്ണം മാറണം. അപ്പോൾ നമ്മളിതാണ് പുതിയ ഷോക്ക് അബ്സർ. ഇത് നല്ല ഫ്രഷ് ടൈറ്റ് ഷോക്ക് അബ്സറാണ് ബോഷിൻ്റെ. ഒന്ന് വലിച്ച അനുസരിച്ച് വലിച്ച് ഇത്രയും ടൈറ്റായിരിക്കും ഷോക്ക് അബ്സർ. കണ്ടാ മതി, ഇത്രയും ടൈറ്റായിരിക്കും ഷോക്ക് അബ്സർ. ഇത്രയേ ഉള്ളൂ. മിഷൻ എല്ലാം കൂടെ കിടന്ന് ഭയങ്കര ജെർക്കായിരിക്കും. നമ്മളിത് മാറുമ്പോൾ എപ്പോഴും ഡ്രമ്മ് മാറുമ്പോൾ ഷോക്ക് അബ്സറൂടെ മാറാൻ നോക്കുക. ഇങ്ങനെ നമ്മൾ 3 ഷോക്ക് അബ്സർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടിപൊളി ടൈറ്റായിട്ട് കാണും. 3 എണ്ണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഡ്രം എടുത്തിടുക. ഷോക്ക് അബ്സറിൻ്റെ സ്ക്രൂ എല്ലാം മുറുക്കി കയറ്റിയിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല ടൈറ്റായിരിക്കും. ഇത് നല്ലൊരു ടൈറ്റ് ചെയ്യണം. ഇതാകെ നമുക്ക് കീറ്റിൽ ഉണ്ടായിരുന്നു, അത് ക്ലിപ്പിട്ട് അകത്തുനിന്ന് ഒട്ടിച്ച് വന്നേക്കുവാണ്. ടോട്ടലി നമ്മുടെ മെഷീൻ ഇത്രയായി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹീറ്റർ ഇട്ടായിരുന്നു തിരിച്ച് ക്ലീൻ ചെയ്തത്. കാണിക്കാൻ പറ്റിയില്ല, കാര്യം ഞാനവിടെ തിരിഞ്ഞപ്പോഴത്തേക്ക് ഹീറ്റർ ഇട്ട്. പിന്നെ മെയിൻ ബോർഡ് ഇതാണ് ഇരിക്കുന്നത്, ഒരു ബോർഡ് അതാണ്, പിന്നെ കീപാഡ് മുകളിൽ. ഇതാണ് എൻ്റെ മോട്ടർ. ഞാൻ മുമ്പേ കാണിച്ചാണ് മുമ്പിൽ. ഇതിൻ്റെ കണക്ഷനായി കൊടുക്കുന്നത്. അകത്ത് കമ്മ്യൂണിക്കേഷനും സൈഡുമാണിത് ഈ കൊടുക്കുന്നത്. അത് എർത്ത് മേളിൽ എർത്ത് കൊടുക്കുക, തിരിച്ച് ഫിറ്റ് ചെയ്തോ. പണ്ട് ഈ ഫ്രണ്ട് ലോഡിൻ്റെ മോട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലുതായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, വളരെ ചെറുതാണ്. ഇതാണ് അതിൻ്റെ ക്ലിപ്പ്. ഈ 2 ക്ലിപ്പ് ഇടുക. പത്തിൻ്റെ ബോൾട്ടാണ്, 10ൻ്റെ ഇട്ട് ടൈറ്റ് ചെയ്യണം. ഇനി ഫ്രണ്ടിലത്തെ ബാറ്, ഈ ബാർ ഇടുക. ഇടേണ്ട ഇതുപോലെ ഇതിനകത്ത് ഇവിടെയൊക്കെ സ്ക്രൂ മുറുക്കുക. ഇങ്ങോട്ട് ചുറ്റോടെ ചുറ്റും സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് ഇവിടെ ഈ സൈഡിലെ ക്ലിപ്പിട്ട് അടുത്ത ക്ലിപ്പിട്ട് അതിനെ കല്ല് കണ്ട് നമ്മൾ സെറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ കല്ലിൻ്റെ മുകളിൽ 13ൻ്റെ ബോൾട്ട് നട്ടിടുക. കല്ലിൻ്റെ മേളിലെ നട്ടിട്ടിട്ട് ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് മെഷീനെല്ലാം. ഈ 2 ക്ലിപ്പ് ഇങ്ങനെ വെച്ചേക്കരുത്, കാര്യം എന്തെങ്കിലും സംഭവത്തിൽ ബോഡി വന്നിരിക്കുന്നത് ഏതെങ്കിലും സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് വല്ലതും മാറ്റി വെക്കണം. ഈ ക്ലിപ്പും ഇതിപ്പോൾ നമ്മൾ ഇതിനകത്തെ വെയിറ്റ് സ്റ്റോൺ വെച്ച് മുറുക്കുവാണ്. പതിമൂന്നിൻ്റെ ബോൾട്ട് നട്ടിട്ട് 2 സൈഡ് മുറുക്കി കറക്റ്റ് അതിൻ്റെ താഴെ വരുന്ന സ്ഥലമാണിത്. അത് നിങ്ങൾ അഴിക്കുമ്പോൾ നോക്കണം, അല്ലെങ്കിൽ വീഡിയോ നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ വെച്ച് മുറുക്കണം. ഇത് മുകളിലത്തെ സ്റ്റോണ്. ഇത് നമ്മൾ മുറുക്കി സെറ്റായി സോഫ്റ്റ് ട്രേ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് നമ്മൾ മോട്ടർ സെറ്റ് ചെയ്ത് പുതിയ ഷോക്കിട്ട് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഹീറ്ററാണ്, നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ഹീറ്ററിൻ്റെ സെൻസർ സെറ്റ് ചെയ്ത് എർത്ത് കൊടുത്ത് ബാക്കി വയറിംഗ് എല്ലാം കേബിൾ ടേക്ക് അടിച്ച് സെറ്റായി. ഇത് ഇവിടെ വെളിയിൽ വെച്ചേക്കുകയാണ് ഓപ്പൺ ടെറസിൽ. അതുകൊണ്ടാണ് ഈ മിഷൻ്റെ ഈ പൈപ്പ് ഇങ്ങനെ വന്നത്. ഒരിക്കലും മിഷൻ ഇങ്ങനെ ഓപ്പൺ ടെറസിൽ വെക്കരുത്, പ്രത്യേകിച്ച് ഇത്രയും കൂടിയ മിഷനൊന്നും. അതിൻ്റെ ഫൈനൽ സിറ്റുവേഷൻ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് ഹീറ്ററൊക്കെ സെറ്റ് ചെയ്ത് ഹീറ്ററിൻ്റെ സെൻസർ സെറ്റ് ചെയ്ത് ഷോക്ക് അബ്സർ ഇട്ട് മോട്ടർ ബാക്കി വയറെല്ലാം കൊടുത്തു. ഇതിൻ്റെ ഡ്രൈതാണ് വെളിയിലിരിക്കുന്ന മിഷൻ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇത് പൊട്ടി. ഇതിൻ്റെ ഓസ് എന്ന് വെച്ചാൽ അങ്ങ് അകത്തുനിന്ന് വരുന്ന ഓസാണ്. ഇനിയിപ്പോൾ നമ്മൾ വേറെ ഓസ് അതിനിടണം. നമ്മൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് എടുത്ത് കയറ്റണം. ഫ്രണ്ട് പീസ് നമ്മൾ കാണിച്ചിട്ട് ഇവിടെ 2 സ്ക്രൂ ഇടുക. താഴെ 3 ബോക്സിൻ്റെ സ്ക്രൂ ഉണ്ട്. ഫ്രണ്ട് സാധാരണ പോലെ എടുത്ത് വെക്കത്തേ ഉള്ളൂ.
സ്ക്രൂ ഇടുക. അവിടെ ഓൾറെഡി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. താഴെ തണ്ടെങ്കിൽ 2 ഭാഗത്ത് 2 സ്ക്രൂ ഒന്നഴിച്ചപ്പോൾ കാണിച്ചിരിക്കും. അടിയിൽ 3 സ്ക്രൂ ഉണ്ട്. ഗ്യാസ്കറ്റ് ഇട്ടിട്ട് ഗ്യാസ്കറ്റിൻ്റെ റിങ് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് ഗ്യാസ്കറ്റ് റിങ്. ഇതിന് കുറച്ച് ടൈറ്റ് കുറവുണ്ടതുകൊണ്ട് കൈവച്ചൊക്കെ ഇടാം. ഫ്ലാറ്റ് വെച്ച് ഇതുപോലെ ഗ്യാസ്കറ്റ് മുറിയാത്ത രീതി കുത്തിയിടുക. സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ടിലെ പാനലോട് ഇട്ടിട്ട് ഇതിൻ്റെ ജിഗ് കുത്തി ബോർഡ് ഇടാൻ പോവാ കേട്ടോ. ഒറ്റ ജിഗ്ഗേ ഉള്ളൂ, സിംഗിൾ ജിഗ്. ശേഷം നമ്മൾ താഴത്തെ ഹോളിലിട്ട് അതുപോലെ കയറ്റിയിടുകയാണ്. ആദ്യം നമ്മൾ മറക്കരുത് സെൻസറിൻ്റെ ട്യൂബ് കുത്തുന്ന കാര്യം. സെൻസറിൻ്റെ ട്യൂബ് നമ്മൾ പോയേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മിഷൻ സ്പിന്നിലിട്ടിട്ടുണ്ട്. മിഷൻ ഓണായി, സ്പിൻ കറങ്ങി തുടങ്ങുകയാണ്. 10 മിനിറ്റ്. സ്മൂത്താണ്, സൗണ്ടൊന്നുമില്ല, ഒരു നോയ്സും ഇല്ലാതാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ടോപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ മെഷീൻ സ്പിൻ ചെയ്ത് നോക്കി. ഇനി വെള്ളം കയറ്റി വാഷ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് ഇടുകയാണ്. ഈ ബൈക്കിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മെഷീൻ വർക്ക് ചെയ്ത് നമ്മൾ വാഷിങ്ങിലിട്ട് തുണിക്കകത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. വാഷ് ചെയ്യാൻ തുടങ്ങി മെഷീൻ. ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് മെഷീൻ്റെ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പിൻ ചെയ്യുക. ഞാനതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.